ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവദാന്ത വിവേചന ധ്യാനം ഞാൻ പറഞ്ഞിരുന്നത് നന്നായിട്ട് കഴിഞ്ഞു കേട്ടോ. കുട്ടികളെ വൈദികരാകാനും സിസ്റ്ററാകാനും ഒക്കെ വല്ല ആഗ്രഹിച്ച് അവർ നന്നായിട്ട് കയറി വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ നല്ല ദൈവവിളിക്കുള്ള നല്ല കുട്ടികളുണ്ടെങ്കിൽ, അതായത് വചനപ്രഘോഷണം നടത്തണം, കൗൺസിലിംഗ് നടത്തണം, അങ്ങനെയുള്ള വൈദികരാകാനും സിസ്റ്ററാകാനും ഒക്കെയുള്ള നല്ല കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം സ്വാഗതം കേട്ടോ. അടുത്ത ഈ ഏപ്രിൽ മാസത്തിൽ എന്തായാലും ജീവദാന്ത വിവേചന ധ്യാനം PDM-ലേക്കും ASJM-ലേക്കും അഭിഷേകം ദി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി, പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി മോണസ്ട്രി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ നമ്മൾ കൂടെ നിർത്തരുതെന്നൊക്കെ പറഞ്ഞാൽ തലക്കെട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യമാണ് അത്. അവിടെ വന്ന് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പിന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നടന്നും കുടിച്ച് ജാതിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും അവരോടൊപ്പം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു. സംഭവം നിങ്ങൾക്ക് അറിയാം. മുടന്തനായ വ്യക്തിക്ക് പത്രോസ്ലീഹ സൗഖ്യം കൊടുക്കുന്ന രംഗമാണ്. അങ്ങനെ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം ഇവൻ ചെയ്ത കാര്യം എന്താ പറയുക? അവൻ നടന്നും കുതിച്ച് ചാടിയും ദൈവത്തെ സ്തുതിച്ചു. അതിനുശേഷം ചെയ്ത കാര്യം ഓർക്കണം, അവരോടൊപ്പം എന്ത് ചെയ്തു? ദേവാലയത്തിൽ പ്രവേശിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ വഴി ഈശോയെക്കുറിച്ച് അറിയുന്ന വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ആരെങ്കിലും സഹായിച്ചു എന്ന് കരുതുക. നമ്മൾ പൈസ വായ്പ കൊടുത്തു, അല്ലെങ്കിൽ ഒരു സാധനം കൊടുത്തു, ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ അവർക്കൊരു ടെൻഡൻസി എന്ന് പറയുന്നത്, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കാനായിരിക്കും അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവുക. ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്, അവനെ യേശുവിലേക്ക് എത്തിപ്പിക്കണം. ഈ സമ്പത്ത് സഹായം കൊടുക്കാൻ തന്നതാരാ? ദൈവമാണ്. അതുകൊണ്ട് സഹോദരൻ നമ്മൾ ഹെൽപ്പ് ചെയ്തു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം, അല്ലേ? എനിക്ക് കർത്താവ് രോഗശാന്തി വരുന്നത്, രോഗി സുഖപ്പെട്ടു, ഓക്കെ. എൻ്റെ സഹോദരങ്ങളെ, അവൻ അച്ഛൻ കൈവിച്ചു, നോ, അവൻ ഇത് തന്ന ദൈവത്തിലേക്ക് അവൻ എത്തിക്കണം. അതുകൊണ്ട് അത് ആത്മീയ അർത്ഥത്തിലും ഭൗതിക അർത്ഥത്തിലും നിങ്ങൾ വഴി ഒരാൾക്ക് എന്തെങ്കിലും നന്മ ലഭിച്ചോ, അവർക്ക് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കാനൊരു ടെൻഡൻസി കൊണ്ട് നിർത്തരുത്, പള്ളിക്കരണം. കർത്താവായ ദൈവമേ, ഈ വചനം അതിൽ ഫലം പുറപ്പെടുവിക്കട്ടെ. കർത്താവ്, ഏത് മനുഷ്യൻ നമ്മളുമായി ബന്ധപ്പെട്ട് വന്നാലും അവർ ഈശോയിലേക്ക് അടുപ്പിക്കാനുള്ള കൃപ ഇവരെ ഉജ്ജ്വലിക്കട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.